ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇപ്പം നമ്മൾ മല്ലിയോട്ട് പാലോട്ട് കാവിൽ വിഷുവിളക്ക് മഹോത്സവം നടക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് വിഷുവിളക്ക് മഹോത്സവത്തിൻ്റെ രണ്ടാമത്തെ ദിവസമാണ്. രണ്ടാമത്തെ ദിവസം നമ്മൾ വടക്കുംപാട് ഊരുവക കാഴ്ച ഉണ്ടാവൽ. ആദ്യത്തെ ദിവസം മല്ലിയോട്ട് വക കാഴ്ച ഉണ്ടാവും, രണ്ടാമത്തെ ദിവസം വടക്കുംപാട് ഊരുവക കാഴ്ച ഉണ്ടാവും, മൂന്നാമത്തെ ദിവസം തെക്കുംപാട് ഊരുവക കുതിരമ്മൽ കാഴ്ച ഉണ്ടാവും, നാലാമത്തെ ദിവസം തലായി ഊരുവക കാഴ്ച ഉണ്ടാവും കേട്ടോ. ഇങ്ങനെ എല്ലാ ദിവസവും ഓരോരോ കാഴ്ചകൾ ഉണ്ടാവും അമ്പലത്തിലേക്ക്. അപ്പോൾ ഇത് നമ്മളെ വീട്ടിൻ്റെ മുന്നിലേക്ക് കൂടിയാണ് കേട്ടോ. നമ്മളെ വടക്കുംപാട് കാഴ്ച പോലെ എല്ലാ കൊല്ലവും ഇതേ ഏപ്രിൽ 16 വിഷുവിൻ്റെ പിറ്റത്തെ ദിവസമാണ് നമ്മളെ കാഴ്ച ഉണ്ടാവില്ല. അധികം ഏപ്രിൽ 15 വിഷുവെങ്കിൽ 16 നമ്മളെ കാഴ്ച ഉണ്ടാവില്ല. നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. ഇത് കാണാനായിട്ട് നമ്മ ഇങ്ങനെ നേരത്തെ റോഡിൽ സ്ഥലം പിടിക്കും കേട്ടോ. ഇത് കുഞ്ഞള താലപ്പൊലി ഉണ്ടാവും, പിന്നെ കുറേ ടാബ്ലോ ഉണ്ടാവും, പിന്നെ ചെണ്ടമേളം ഉണ്ടാവും, വാദ്യങ്ങളും ഉണ്ടാവും, അങ്ങനെ കുറേ ഉണ്ടാവും. പിന്നെ നമ്മളെ തേരാണ് കേട്ടോ, ദൈവത്തിൻ്റെ തേര്, അതായത് മഹാവിഷ്ണുവിൻ്റെ തേര് അമ്പലത്തിലേക്ക് കൊണ്ടുപോകുന്നതാണ്. ഗോയിന വിളിച്ചിട്ടില്ലാന്ന് അവർ കൊണ്ടുപോകല്. അപ്പോൾ ഇത് ഭഗവാന്റെ തേരാണ്. പിന്നെ അമ്പലത്തിലേക്കുള്ള കാഴ്ച സാധനങ്ങൾ ഉണ്ടാവും നമ്മൾ കൊടുക്കുന്നത്, അതായത് നമ്മളെ ഊര് കൊടുക്കുന്ന കാഴ്ച സാധനങ്ങളിലുണ്ടാവും ഇതിൽ. പിന്നെ പച്ചക്കറി ഐറ്റംസ് ആയാലും എന്തെല്ലോ ഉണ്ടാവും. അപ്പോൾ ആ വണ്ടി വരുന്നുണ്ട് കേട്ടോ. ഇത് പിന്നെ താലപ്പൊലിയാണ്. കുട്ടികളും മുത്തുക്കൊടി എടുത്തിട്ട് അമ്മമാരും എല്ലാവരും ഇല്ല താലപ്പൊലിയാണ്. അപ്പോൾ ഇതെല്ലാം കാണാൻ നമ്മൾ പണ്ടേ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കാഴ്ച പറയുന്നത് നമ്മളൊരു ഉത്സവമാണ് ശരിക്കും. മല്ലിയോട്ടത്തെ കാഴ്ച പറയുമ്പോൾ പ്രത്യേകിച്ച് 5 ദിവസം മല്ലിയോട്ട് ഭയങ്കര വൈബാണ് കേട്ടോ. നമ്മുടെ നാടിൻ്റെ എല്ലാം ഉത്സവം എന്ന് പറയില്ലേ, കുഞ്ഞിമംഗലം നാടിൻ്റെ ഒരു ഉത്സവം തന്നെയാണ്. പിന്നെ 5ാമത്തെ ദിവസമാണ് മല്ലിയോട്ട് തെയ്യം ഉണ്ടാവൽ. അപ്പം തെയ്യത്തിന് ഒരുപാട് 10, 20, 30, ഏകദേശം 30ൻ്റെ അടുത്ത് തെയ്യം കിട്ടി ആടലുണ്ട്. അപ്പം അങ്ങനെയല്ലാതെ നമ്മളെ കാര്യങ്ങൾ. അപ്പോൾ ഇന്നത്തെ കാഴ്ചയിലും നല്ലോണം ഉണ്ടായിന് കാണാൻ വേണ്ടിയിട്ട്. ഇത് ബാൻഡ് മേളാണ്, കുട്ടികളെ ബാൻഡ് മേളാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ മല്ലിയോട്ടേക്ക് ദൈവത്തിന് കാഴ്ച സാധനങ്ങൾ കൊടുക്കുന്നതാണ്. ഇതാ കണ്ട പച്ചക്കറികൾ, പഴങ്ങൾ എല്ലാം ഉണ്ടാവും. ഇക്കൊല്ലം ഉണ്ടായ എല്ലാ പച്ചക്കറി സാധനങ്ങളും നമ്മൾ ദൈവത്തിന് കാഴ്ചയായിട്ട് കൊടുക്കും കേട്ടോ. പിന്നെ ഇതുണ്ടായ അടുത്ത ബാൻഡ് മേളാണ്. നല്ല രസമുണ്ടായിന് ഇതെല്ലാം കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ആൾക്കാരില്ല ജംഗ്ഷൻസ്, ആൾക്കാരില്ല സ്ഥലങ്ങളിൽ നിന്നാണ് കേട്ടോ ഇത് നല്ലോണം കൊട്ടും പരിപാടിയെല്ലാം ഉണ്ടാവല്. അപ്പോൾ ഇപ്രാവശ്യം നമ്മളെ സൈഡിൽ നല്ലോണം ആൾക്കാരുണ്ടായിന്. അതുകൊണ്ട് നമ്മളെ വീട്ടിന് മുമ്പ് തന്നെ നല്ലോണം കളിച്ചിന്. എനിക്കിത് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. ഇങ്ങനത്തെ ഒരു 6 രൂപങ്ങളുണ്ടായിന്. നല്ല ഭംഗിയുണ്ട് കേട്ടോ അവരെ കാണാൻ വേണ്ടിയിട്ട്. നല്ല രീതിയിൽ അങ്ങ് അലങ്കരിച്ചിട്ടുണ്ട്. ഇതിൽ ഓരോ ഐതിഹ്യം ഉണ്ട് തോന്നുന്നു, എനിക്കത് പറയാനറിയില്ല. അപ്പോൾ ഇത് 5 എണ്ണം ഉണ്ടായിന്. അപ്പം ഇത് തൃശ്ശൂരാമറ്റുള്ള ടീമാന്ന് തോന്നി ഇങ്ങനെ കളിക്കുന്നത്. അപ്പോൾ അതുണ്ടായിന്. അതിൽ ഏറ്റവും വലിയ കോമഡി ആയിട്ടുണ്ടായിന്, അതിൽ ലാസ്റ്റ് വരുന്ന ആൾ സ്റ്റൂളും എടുത്തിട്ടാണ് കേട്ടോ വന്നിന്. കാരണം ഇത് നമ്മളൊരു 7 മണിക്ക് 8 മണിയായിന് നമ്മളെ സ്ഥലത്ത് നിന്ന് കാഴ്ച എടുത്താൽ മല്ലിയോട്ട് എത്തണമെങ്കിൽ ഒരു 10-11 മണിയാവും. അപ്പം മെല്ലെ കാഴ്ച നീങ്ങുള്ളൂ, കളിച്ചിട്ടേ നീങ്ങൂ. പിന്നെ ഈ ഡാൻസും ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള ഡാൻസ് കേട്ടോ. നല്ല വളയം പോലെയുള്ള ലൈറ്റെല്ലാം വെച്ചിട്ട് പെൺകുട്ടികൾ കളിക്കുന്നുണ്ടായിന്. ഇതും നല്ല ഭംഗിയുണ്ടായിന്. ഇതും കാഴ്ചക്ക് ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു സാധനം ഉണ്ടായിന്. പിന്നെ ഉണ്ടായിന് കുറേ, പിന്നെ ശിവൻ്റെ ഭൂതഗണങ്ങൾ എന്ന് പറഞ്ഞിട്ട് കുറേ ആൾക്കാരുണ്ടായിന്. അതിലൊന്ന് നിമോനെ നോക്കി പേടിപ്പിക്കുന്നുണ്ടായിന്. ഞാൻ ശരിക്കും പേടിച്ചു അതിനെ കണ്ടിട്ട്. നിമോ കരയുമെന്ന് തന്നെ വിചാരിച്ചിന്, പക്ഷെ ഓക്കെന്തോ മനസ്സിലായില്ല എന്ന് തോന്നുന്നു, അവളെ പേടിപ്പിക്കുന്നു ഞാനെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ അവൾ കരഞ്ഞിട്ടില്ല. അപ്പോൾ ഇത് ശിവൻ്റെ ഭൂതഗണങ്ങളാണ്. അത് നല്ല രസമുണ്ടായിന് കാണാൻ വേണ്ടിയിട്ട്. പക്ഷേ അതിൽ 2 ആൾക്കാരെ ഭയങ്കര പേടിയാവുന്നുണ്ടായിന്, അവർ നോക്കി പേടിപ്പിക്കുന്നുണ്ടായിട്ടാ. അപ്പം ഇത് ഞാൻ ഇത്ര വരെ കാഴ്ചയിൽ കണ്ടിട്ടില്ല. അപ്പോൾ ഇത് ആദ്യമായിട്ടാണ് കാഴ്ചയിൽ ഉണ്ടാവുന്നതെന്ന് തോന്നുന്നു. പിന്നെ ഉണ്ടായിന് ടാബ്ലോസാണ്. ഒരു 5-6 ടാബ്ലോ ഉണ്ടായിന്. അതിലൊന്ന് നമ്മളെ കതിവന്നൂർ വീരൻ്റെയാണ്. നമ്മളെ കതിവന്നൂർ വീരൻ്റെ ടാബ്ലോയും അതിൻ്റെ ഇങ്ങനെ ഐതിഹ്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പോകുന്നുണ്ടായിന് കേട്ടോ. അതങ്ങനെ എനിക്ക് റെക്കോർഡ് ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല. ഇതാണ് നിങ്ങൾ കാണുന്ന കതിവന്നൂർ വീരൻ. അങ്ങനെ പിന്നെ ഒരു 3-4-5 ടാബ്ലോ കൂടി ഉണ്ടായിന്. അപ്പോൾ കതിവന്നൂരൻ ഞാൻ ഇതിനിടയ്ക്ക് പറഞ്ഞിട്ടില്ലേ, നമ്മളെ പറമ്പത്ത് കതിവന്നൂർ വീരൻ തെയ്യം ഉണ്ടായിന്. അപ്പോൾ അതിൻ്റെ വീഡിയോസ് എല്ലാം ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും കണ്ടിട്ടില്ലെങ്കിൽ കാണാത്തവരെല്ലാം ഒന്ന് പോയി കാണണേ. പിന്നെ കാഴ്ചക്ക് വന്നിട്ടുണ്ടായത് ഒരു രാക്ഷസൻ്റെതാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം നമ്മളെ എടാട്ട് ഇത് പയ്യന്നൂരത്തെ ചിത്രാഞ്ജലീൻ്റെ അവരതാണ് ഈ ടാബ്ലോസ്. അവർ തന്നെയാണ് കുറേ ടാബ്ലോസ് കൊണ്ടുവരൽ. അപ്പോൾ ഇതും നല്ലൊരു അടിപൊളി ടാബ്ലോ ഉണ്ടായിന്. അങ്ങനെ ഇന്നും ഒരു 3-4 ടാബ്ലോസ് ഉണ്ടായിന് കേട്ടോ.
ഇത് ഹനുമാൻ്റെ എന്തോ കഥയാണെന്ന് എനിക്ക് പറഞ്ഞു തരാൻ ശരിക്കും അറിയില്ല. ശരിക്കും ഈ ടാബ്ലോ പോകുമ്പോൾ തന്നെ അത് അനൗൺസും ചെയ്യുന്നുണ്ട് എന്നാണ് കഥ എന്നെല്ലാം ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അടുത്തതും എനിക്ക് എന്നാന്ന് കഥ എനിക്കറിയില്ല, പക്ഷെ നല്ല രസമുണ്ടായിന് കാണാൻ വേണ്ടിയിട്ട്. ഏതോ ഒരു വലിയൊരു രാക്ഷസൻ്റെ കഥയാന്ന് തോന്നുന്നുണ്ട് കണ്ടിട്ട്. പിന്നെ ലാസ്റ്റ് ഉണ്ടായിരുന്നു നമ്മൾ ശിവൻ്റെ സതീമോക്ഷാമറ്റാന്ന് ഉണ്ടായിന്. അതാണ് ലാസ്റ്റ് ഉണ്ടായ ടാബ്ലോ. അപ്പോൾ ഇപ്രാവശ്യത്തെ കാഴ്ച അടിപൊളിയായിട്ടുണ്ടായിന്, നല്ല സൂപ്പർ കാഴ്ചയുണ്ടായിന്, നല്ല രസമുണ്ടായിന്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഇനി നമ്മൾ ഇത് മല്ലോട്ട് എത്തിയിട്ട് മല്ലോട്ട് ഗാനമേള ഉണ്ട് കേട്ടോ. ഇന്നത്തെ പരിപാടി ഗാനമേളയാണ്. പിന്നെ അത് കഴിഞ്ഞ് നമ്മളെ വടക്കുംപാട് ഊരിൻ്റെ കരിമരുന്ന് പ്രയോഗം ഉണ്ടാവും. പിന്നെ ഇത് ലാസ്റ്റ് ഉണ്ടായത് ഒരു ലോറീൻ്റെ ബാക്കിൽ കുട്ടികളും വലിയവരെല്ലാം ഉള്ള ഡാൻസാണ്. DJ പാട്ടും വെച്ചിട്ട് ഡാൻസ് കളിക്കുന്നതാണ്. ഓടുന്ന വണ്ടിയിൽ ഇവർ ഡാൻസ് കളിക്കുന്നവരെ സമ്മതിക്കണം, എനിക്കെല്ലാം പേടിയാവും ഇതിങ്ങനെ അനങ്ങിക്കൊണ്ട് നിൽക്കൂലേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇപ്രാവശ്യത്തെ നമ്മളെ കാഴ്ച വിശേഷങ്ങൾ കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പുതിയ വിശേഷങ്ങളുമായി പുതിയ വീഡിയോയിൽ കാണുന്നവരെ ചാച്ചാ ബൈ ബൈ.